വസിൽ ഹോപ്കോയുടെ 50-ാം ചരമവാർഷികം സ്ലൊവാക്യയിൽ കഴിഞ്ഞ ദിവസം ആചരിച്ചു. ഹോപ്കോയുടെ ജന്മനാടായ ഹാബ്സ്കയിൽ നൂറുകണക്കിന് ആളുകൾ ഒത്തുകൂടിയാണ് അനുസ്മരണ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. എന്തിനേറെ, അനുസ്മരണ ബലിയിൽ മുഖ്യ കാർമ്മികനായിരുന്നത് ക്രസോവിലെ മെത്രാപ്പൊലിത്ത ആർച്ച് ബിഷപ്പ് ജോനാസ് മാക്സിം ആയിരുന്നു. ഒപ്പം അമേരിക്കയിലെ പസായിക് ബൈസൈന്റൈൻ കത്തോലിക്ക രൂപതാധ്യക്ഷൻ ബിഷപ്പ് കർട്ട് ബർണഡ് സഹകാർമ്മികനായിരുന്നു. 30-ലധികം വൈദികരും സന്യാസിനികളും ശുശ്രൂഷകളിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പോൾ ചോദ്യം ഇതാണ്: ആരാണ് വസിൽ ഹോപ്കോ? 1904 ഏപ്രിൽ 21 കിഴക്കൻ സ്ലൊവാക്യയിലെ ഷാരിഷ് എന്ന മലയോര ജില്ലയുടെ അതിർത്തിയിലുള്ള ഹാബ്സ്കെ എന്ന ഗ്രാമത്തിലാണ് വസിൽ ഹോപ്കോയുടെ ജനനം. ബേസിലിന്റെയും അന്നയുടെയും മകനായി ജനിച്ച ഹോപ്കോയ്ക്ക് 1 വയസ്സ് പോലും പ്രായമില്ലാത്തപ്പോഴാണ് അപ്രതീക്ഷിതമായി പിതാവ് ഇടിമിന്നലേറ്റ് മരിച്ചത്. പിന്നീട് അമ്മ മാത്രമായിരുന്നു അവന്റെ ഏക ആശ്രയം. എന്നാൽ അവന് 4 വയസ്സുള്ളപ്പോഴാണ് അവന്റെ അമ്മയ്ക്കും അവനെ കുടുംബത്തോടൊപ്പം ഉപേക്ഷിച്ച് പോവേണ്ടതായി വന്നത്. തനിക്കും മകനും മെച്ചപ്പെട്ട ഒരു ജീവിതം തേടി അവർ പോയത് അമേരിക്കയിലേക്കായിരുന്നു. ജീവിത സാഹചര്യം മെച്ചപ്പെടുമ്പോൾ മകനെയും ഒപ്പം കൂട്ടാൻ െന്ന് ആ അമ്മ കരുതി. ഹംഗേറിയൻ സ്കൂളുകളിലെ പ്രാഥമിക ദ്വിതീയ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഹോപ്കോ 1923 പ്രജാഷേവിലെ ഇവാഞ്ചലിക്കൽ ജിംനേഷ്യത്തിൽ ചേർന്ന് ഓണേഴ്സ് ബിരുദം നേടി. അമ്മയുടെ പിന്തുണയോടെയാണ് പ്രജാഷേവിലെ എപ്പാർഷ്യൽ സെമിനാരിയിൽ അദ്ദേഹം വിദ്യാഭ്യാസം തുടർന്നത്. അദ്ദേഹത്തിന്റെ അമ്മ പ്രതീക്ഷിച്ചിരുന്നത് ബിഷപ്പ് ബേസിൽ തഗാദ് ഹോപ്കോയെ പിറ്റ്സ്ബർഗ് എക്സാർക്കേറ്റിന്റെ പുരോഹിതനായി നിയമിക്കുമെന്നായിരുന്നു. എന്നാൽ അമ്മയുടെ ആ സ്വപ്നം ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെട്ടില്ല. വിദേശയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നതിനിടെ യുവ ഹോപ്കോ രോഗബാധിതനായി. നിരവധി ശസ്ത്രക്രിയകൾക്ക് വിധേയനാകേണ്ടി വന്നു. തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ ബിഷപ്പ് ഹോപ്കോ എഴുതുന്നു: ഡോക്ടർമാർക്കും ആശുപത്രികൾക്കുമായി എന്റെ യാത്രാ പണമെല്ലാം ചെലവഴിച്ചതിനാൽ എന്റെ അമ്മയെ വീണ്ടും കാണാനുള്ള പ്രതീക്ഷ ഞാൻ ഉപേക്ഷിച്ചു. എന്റെ ജന്മനാട്ടിൽ എന്നെ നിലനിർത്തുക എന്നത് ദൈവത്തിന്റെ വിശുദ്ധ ഇച്ഛയാണെന്ന് ഞാൻ ആ സമയത്ത് തിരിച്ചറിഞ്ഞില്ല. യേശുവിന്റെ തിരുഹൃദയത്തിന് ഒരു നൊവേന നൽകിയതിന്റെ ഫലമായുണ്ടായ ഒരു അത്ഭുതമാണ് തന്റെ അപ്രതീക്ഷിത രോഗശാന്തിക്ക് കാരണമെന്ന് അദ്ദേഹം എപ്പോഴും കരുതി. 1929 ഫെബ്രുവരി 3 ബിഷപ്പ് പോൾ ഗോഡ്ജ്രിച്ച് OSBM അദ്ദേഹത്തെ പുരോഹിതനായി നിയമിച്ചു. അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തിന് ശേഷം പ്രാഗിൽ ഒരു പുതിയ ഇടവക രൂപീകരിക്കാൻ ഫാദർ ഹോപ്കോയെ നിയമിച്ചു. അക്കാലത്ത് തലസ്ഥാനത്ത് താമസിച്ചിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, പട്ടാളക്കാർ, വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ എന്നിവരിൽ ധാരാളം ബൈസൈന്റൈൻ റുദേനിയൻ കത്തോലിക്കർ ഉണ്ടായിരുന്നു. ഫാദർ ഹോപ്കോ വളരെ തീഷ്ണതയോടെയും സമർപ്പണത്തോടെയും തന്റെ മിഷണറി പ്രവർത്തനം ആരംഭിച്ചു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അദ്ദേഹം സെന്റ് ക്ലെമന്റിന്റെ മനോഹരമായ ഒരു പള്ളി സ്വന്തമാക്കി. അത് ബൊഹീമിയയിൽ താമസിക്കുന്ന നിരവധി റുദേനിയൻ കത്തോലിക്ക വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമായി പിന്നീട് മാറി. വിദേശത്തെ 22 വർഷത്തെ കഠിനാധ്വാനത്തിനൊടുവിൽ തന്റെ അമ്മയെയും അദ്ദേഹം തിരികെ വിളിച്ചു. വീട്ടുജോലിക്കാരിയായി തന്റെ കൂടെ തന്നെ നിർത്തി. പാസ്റ്ററൽ ജോലിയിൽ ഫാദർ ഹോപ്കോ ദരിദ്രരോട്, പ്രത്യേകിച്ച് തൊഴിലില്ലാത്തവരോടും വിദ്യാർത്ഥികളോടും വലിയ സ്നേഹം പ്രകടിപ്പിച്ചു. സാമ്പത്തിക മാന്ദ്യത്തിന്റെ ഈ വർഷങ്ങളിൽ കമ്മ്യൂണിസ്റ്റുകാർ ഏതെങ്കിലും വിധേന മതവിശ്വാസികളെ അവരുടെ സംഘടനയിലേക്ക് റിക്രൂട്ട് ചെയ്യാൻ ഉത്സുകരായിരുന്നു. എന്നാൽ ഫാദർ ഹോപ്കോയുടെ ജാഗ്രത അവരുടെ ഉദ്ദേശങ്ങളെ നിരാശപ്പെടുത്തി. 1936 മോൺസിഞ്ഞൂർ എന്ന പദവി അദ്ദേഹത്തിന് ന്യായമായും ലഭിച്ചു. ചെക്കോസ്ലോവാക്യയിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് ബിഷപ്പ് ഗോഡ്ജ്രിച്ച് മോൺസിഞ്ഞൂർ ഹോപ്കോയെ തന്റെ സഹായിയായി നിയമിക്കാൻ പരിശുദ്ധ സിംഹാസനത്തോട് അപേക്ഷിച്ചു. 1947 മെയ് 11 പ്രജാഷേവിലെ കത്തീഡ്രലിൽ അദ്ദേഹത്തിന്റെ എപ്പിസ്കോപ്പൽ മെത്രാഭിഷേകം നടന്നു. അങ്ങനെ ഇരിക്കെ 1948 ഫെബ്രുവരിയിൽ കമ്മ്യൂണിസ്റ്റുകാർ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നതിൽ നിന്ന് തന്റെ വിശ്വാസികളെ തയ്യാറാക്കുന്നതിൽ ബിഷപ്പ് ഗോഡ്ജ്രിച്ചിന്റെ വലങ്കയായി ബിഷപ്പ് ഹോപ്കോ മാറി. ബൈസൈന്റൈൻ കത്തോലിക്ക സഭയെ ദ്രോഹബുദ്ധിയോടെ ആക്രമിച്ചുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാർ മതവിരുദ്ധ പ്രചാരണം ആരംഭിച്ചത്. 1950 ഏപ്രിൽ 28 അധികാരികൾ പ്രജാഷേവ് രൂപതയെ ഔദ്യോഗികമായി പിരിച്ചുവിടുകയും ബിഷപ്പ് ഹോപ്കോയെ ജയിലിലടയ്ക്കുകയും ചെയ്തു. കുറച്ചു കാലത്തേക്ക് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. അതേസമയം തന്നെ ഓർത്തഡോക്സ് സഭയിൽ ചേരാൻ സർക്കാർ സമ്മർദ്ദവും ചെലുത്തി. തുടർന്ന് വിനാശകരമായ പ്രവർത്തനം ആരോപിച്ച് അദ്ദേഹത്തെ വിചാരണ ചെയ്യാൻ അവർ തീരുമാനിച്ചു. പ്രാഗിനടുത്തുള്ള റൂസിനിലുള്ള സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്ററി ജയിലിലേക്ക് മാറ്റിയ അദ്ദേഹത്തെ ഇരുണ്ടതും ഏകാന്തവുമായ ഒരു സെല്ലിൽ അടച്ചു. അവിടെ അദ്ദേഹത്തിന് സമയം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർച്ചയായി 122 ദിവസം വിശ്രമമില്ലാതെ നടക്കേണ്ടി വന്നു. ആ കാലയളവിൽ അദ്ദേഹത്തിന് ലഭിച്ചിരുന്നത് ഒരു കഷ്ണം പഴകിയ റൊട്ടിയും ഒരു ഗ്ലാസ് വെള്ളവും മാത്രമാണ്. അദ്ദേഹത്തിന്റെ കാലുകൾ മരക്കഷ്ണങ്ങൾ പോലെ വീർത്തിരുന്നു എന്ന് അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട്. ഈ കഠിനാധ്വാനത്തെ കുറിച്ച് വിവരിച്ചുകൊണ്ട് ബിഷപ്പ് ഹോപ്കോ ഇങ്ങനെ അഭിപ്രായപ്പെട്ടു: എന്റെ മനസ്സിൽ എന്റെ സ്വന്തം ശവസംസ്കാരം സങ്കല്പിക്കാൻ തുടങ്ങി. പക്ഷേ കത്തോലിക്ക സഭയോട് വിശ്വസ്തത പുലർത്താനും സഹിച്ചു നിൽക്കാനുമുള്ള ശക്തിക്കായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 1952 വസന്തകാലത്താണ് ബിഷപ്പ് ഹോപ്കോയെ വിചാരണ ചെയ്യുന്നത്. വിനാശകരമായ പ്രവർത്തനം നടത്തിയതിനും വിദേശ
ശക്തികളുമായുള്ള, അതായത് അപ്പസ്തോലിക സിംഹാസനവുമായുള്ള ബന്ധങ്ങൾക്കും കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 15 വർഷത്തെ കഠിന തടവിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു. അങ്ങനെ ഒരു ജയിലിൽ നിന്ന് മറ്റൊന്നിലേക്ക് അദ്ദേഹത്തിന്റെ തീർത്ഥാടനം ആരംഭിച്ചു. 21 തവണയാണ് ജയിൽ മാറ്റിയത്. ജയിൽ ദിനങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ഹോപ്കോ എഴുതി, എനിക്ക് നിരവധി ദുഷ്കരമായ നിമിഷങ്ങൾ സഹിക്കേണ്ടി വന്നു. എന്റെ ഏറ്റവും കടുത്ത ശത്രുക്കൾക്ക് പോലും ഞാൻ അത് ആഗ്രഹിക്കില്ല. എന്നിരുന്നാലും എന്റെ ജയിൽ ദിനങ്ങളെ വിനയത്തിന്റെ ഉന്നത വിദ്യാഭ്യാസമായി ഞാൻ കണക്കാക്കുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിൽ എങ്ങനെ അവരെ സേവിക്കണമെന്ന് പോലുള്ള നിരവധി കാര്യങ്ങൾ ജയിലിൽ ഞാൻ പഠിച്ചു. എല്ലാത്തിനും ഉപരി ജയിൽ അത്ര ഭയാനകമായ ഒരു സ്ഥലമല്ല. എല്ലാത്തരം കുറ്റവാളികൾ, ചാരന്മാർ, ഭ്രാന്തന്മാർ, മറ്റു ചില വിചിത്ര കഥാപാത്രങ്ങൾ എന്നിവരുമായി ഒരേ സെല്ലിൽ തടവിലാക്കപ്പെടുന്ന നിർബന്ധിത കൂട്ടുകെട്ടാണ് ഭയാനകമായത്. ശരത്കാലത്തിൽ ബിഷപ്പ് ഹോപ്കോയ്ക്ക് പ്രത്യേകിച്ച് കഠിനമായ വിഷാദം അനുഭവപ്പെട്ടു. തുടർന്ന് പ്രാഗിലെ ഒരു പ്രത്യേക ക്ലിനിക്കിലേക്ക് മാറ്റി. ഡോക്ടർമാരുടെ ഉപദേശപ്രകാരം അനാരോഗ്യം കാരണം ബിഷപ്പ് ഹോപ്കോ ജയിലിൽ നിന്ന് മോചിതനാകാൻ അപേക്ഷിച്ചു. അദ്ദേഹത്തെ മോചിപ്പിച്ചു എങ്കിലും വീട്ടിലേക്ക് മടങ്ങാൻ അനുവദിച്ചില്ല. ബൊഹീമിയയിലെ ഒസേക്കിലുള്ള ഒരു വയോജന ഭവനത്തിൽ ഒതുങ്ങി അദ്ദേഹം നിരന്തരമായ പോലീസ് നിരീക്ഷണത്തിൽ തുടർന്നു. ഈ കാലഘട്ടത്തെ കുറിച്ച് അദ്ദേഹം എഴുതി, എന്റെ അമ്മയോടൊപ്പം താമസിച്ചിരുന്ന സമയത്തൊഴിച്ചാൽ എനിക്ക് ഇത്രയും നല്ല സമയം മറ്റൊരിടത്തും ലഭിച്ചിട്ടില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ എനിക്ക് പ്രാർത്ഥനയ്ക്ക് മതിയായ സമയം ലഭിക്കുകയും എനിക്ക് യഥാർത്ഥമായ ആത്മീയ ജീവിതം നയിക്കാൻ കഴിയുകയും ചെയ്യുന്നു എന്നതാണ്. വിവിധ ചെക്ക്, സ്ലോവാക്, ഹംഗേറിയൻ കോൺവെന്റുകളിൽ നിന്നുള്ള 160ഓളം വൃദ്ധ സിസ്റ്റേഴ്സ് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. 3 ഭാഷകളും ഒഴുക്കോടെ സംസാരിക്കാൻ കഴിഞ്ഞതിനാൽ ബിഷപ്പ് ഹോപ്കോ അവർക്ക് ആത്മീയ സഹായം നൽകാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചു. അദ്ദേഹത്തിന്റെ ദയയും ദാനധർമ്മവും എല്ലാ സിസ്റ്റേഴ്സിനും അറിയാമായിരുന്നു. അവർ അദ്ദേഹത്തിന് നമ്മുടെ സുവർണ മനുഷ്യൻ എന്ന് വിളിപ്പേര് നൽകി. 1968 വസന്തകാലത്ത് സെക്രട്ടറി അലക്സാണ്ടർ ഡബ്ചക്കിന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് നയം ഉദാരവൽക്കരിക്കപ്പെട്ടു. ബൈസൈന്റിയൻ കത്തോലിക്ക സഭ പുനഃസ്ഥാപിക്കാൻ സർക്കാർ സമ്മതിച്ചു. ഒസേക്കിലെ തടവിൽ നിന്ന് മോചിതനായ ഉടൻ ബിഷപ്പ് ഹോപ്കോ പ്രജാഷേവ് രൂപതയുടെ പുനഃസ്ഥാപനത്തിനുള്ള നീക്കത്തിന് തുടക്കമിട്ടു. അങ്ങനെ 1968 ജൂൺ 13 രൂപത ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ടു. പുനഃസ്ഥാപിക്കപ്പെട്ട രൂപതയുടെ ഭരണാധികാരിയായി ബിഷപ്പ് ഹോപ്കോ മാറുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ബിഷപ്പ് ഹോപ്കോയുടെ പുനരധിവാസത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരിലെ വംശീയ പ്രവർത്തകർ ബിഷപ്പ് ഹോപ്കോയെ മാറ്റി പകരം ഒരു സ്ലോവാക് ബിഷപ്പിനെ നിയമിക്കാൻ ഗൂഢാലോചന നടത്തി. അദ്ദേഹത്തിനെതിരെ ഒരു ദ്രോഹകരമായ പ്രചാരണം ആരംഭിച്ചു. ഒടുവിൽ പ്രജാഷേവ് രൂപതയുടെ ഭരണത്തിൽ നിന്ന് ബിഷപ്പ് ഹോപ്കോയെ നീക്കം ചെയ്തു. പരിശുദ്ധ സിംഹാസനത്തിന് അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയിൽ നൽകിയ അന്തിമ റിപ്പോർട്ടിൽ ബിഷപ്പ് ഹോപ്കോ എഴുതി, സ്ലോവാക് ആക്ടിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്നെ രൂപതയുടെ ഭരണത്തിൽ നിന്ന് നീക്കം ചെയ്യുവാനും എന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുവാനും ശ്രമിക്കുകയാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് മതിയായ കാരണമുണ്ട്. പരിശുദ്ധ സിംഹാസനത്തോട് വിശ്വസ്തത പുലർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ ഞാൻ ദൈവഹിതത്തിന് മുന്നിൽ തലകുനിക്കുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചതെന്ന് ആളുകൾ കണ്ടെത്തുമ്പോൾ അവർ അസ്വസ്ഥരാവുകയും സഭയ്ക്ക് എന്തെങ്കിലും ദോഷം വരുത്തുകയും ചെയ്യുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. നിരവധി ഇടവകകൾ രൂപതയുടെ അവകാശങ്ങൾ നിഷേധിച്ചതോടെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ സത്യമായി. പിന്നീട് വർഷങ്ങളോളം ബിഷപ്പ് ഇല്ലാതെ തന്നെ തുടർന്നു. ഹോപ്കോയുടെ ജീവിതാവസാനം അടുക്കുമ്പോൾ അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരുന്നു, എനിക്ക് വീട്ടിലേക്ക് പോകണം, എനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന്. എന്നാൽ അദ്ദേഹം സ്വന്തം വസതിയിൽ തന്നെയാണെന്ന് അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റേഴ്സ് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. എന്നാൽ അദ്ദേഹം അപ്പോൾ വീണ്ടും മന്ത്രിച്ചു, നിങ്ങൾക്ക് മനസ്സിലായില്ല. ബിഷപ്പ് ഹോപ്കോ തന്റെ മരണത്തെ ഒരു തിരിച്ചുവരവായി കണക്കാക്കി. സ്വർഗസ്ഥനായ പിതാവ് ഒടുവിൽ 1976 ജൂലൈ 23 വെള്ളിയാഴ്ച വിശ്വസ്ത ദാസനെ വീട്ടിലേക്ക് വിളിച്ചു. 2003 സെപ്റ്റംബർ 14 ഞായറാഴ്ച സ്ലോവാക് റിപ്പബ്ലിക്കിലേക്കുള്ള ഒരു അപ്പസ്തോലിക യാത്രക്കിടെ ബിഷപ്പ് ഹോപ്കോയെ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. വാഴ്ത്തപ്പെട്ട ബിഷപ്പ് വസിൽ ഹോപ്കോയുടെ 50ാം ചരമവാർഷികമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് സ്ലോവാക്കിയയിൽ ആചരിച്ചത്. ഹാബ്സ്കയിൽ 100 കണക്കിന് വിശ്വാസികൾ ഒത്തുകൂടിയാണ് അനുസ്മരണ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. അനുസ്മരണ ബലിക്ക് പ്രസോവിലെ മെത്രാപൊലിത്ത ആർച്ച് ബിഷപ്പ് ജൊനാസ് മാക്സിം കാർമ്മികനായി. അമേരിക്കയിലെ പസായ് ബൈസൈന്റിയൻ കത്തോലിക്ക രൂപത അധ്യക്ഷൻ ബിഷപ്പ് ബർണഡ് സഹകാർമ്മികനായിരുന്നു. 30-ലധികം വൈദികരും സന്യാസിനികളും നിരവധി വിശ്വാസികളും ശുശ്രൂഷകളിൽ പങ്കെടുത്തു.